കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2023 സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 9ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ക്ലാസ്സുകളും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: The joint product A, B, C, and D are produced at a total joint production cost of rupees 1,20,000. Quantities produced are A 20,000 units, B 15,000 units, C 10,000 units, and D 15,000 units. Product A sells for rupees 16, B rupees 4, C rupees 8, and D for rupees 4. These figures are that the split of point required to show the apportionment of joint cost by using sales price per unit method. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് നടത്തേണ്ടത് സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് നടത്തേണ്ടത്. സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 16, 4, 8, 4 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? സെയിൽസ് പ്രൈസ് ആണ് അപ്പോർഷൻമെൻറ്റ് ബേസിസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ബൈ സെയിൽസ് പ്രൈസ് യൂണിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ കോളം കൊടുക്കുന്നു. പ്രൊഡക്റ്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് കോസ്റ്റ് റേഷ്യോ, അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എന്നുള്ള രൂപത്തിൽ. ഓക്കെ, പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് A, B, C, D ആണ്. ഇനി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16 ആണ്, എയുടേത്, ബിയുടേത് 4 ആണ്, സിയുടേത് 8 ആണ്, ഡിയുടേത് 4 ആണ്. ഇനി അപ്പോർഷൻമെൻറ്റ് അടുത്ത് എങ്ങനെയാണ്? നമ്മുടെ മൊത്തം ജോയിൻറ്റ് കോസ്റ്റ് വരുന്നത്, ക്വസ്റ്റ്യനിൽ മൊത്തം ജോയിൻറ്റ് കോസ്റ്റ് വരുന്നത് എത്രയാണ്? 1,20,000 ആണ് മൊത്തം ജോയിൻറ്റ് കോസ്റ്റ് തന്നിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത്. അതായത് 1,20,000 ഇൻറ്റു 16, ഒന്നാമത്തേൽ എങ്ങനെ വരും? ഇൻറ്റു 16 എന്ന് വരും, ഡിവൈഡഡ് ബൈ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 32 ആണ്. ഓക്കെ, 16, 20, 28, 32 ആണ് ഇതിനെ മൊത്തം വരുന്നത്. ഇപ്പോൾ 16 ഡിവൈഡ് ബൈ 32 വരും, 1,20,000. 1,20,000 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 32 എന്നുള്ളത് ഒന്നാമത്തേതിൽ വരും. അപ്പോൾ നമുക്ക് 60,000 കിട്ടും. രണ്ടാമത്തത് 1,20,000 ഇൻറ്റു 4 ആണ്, 4 ഡിവൈഡ് ബൈ 32, അപ്പോൾ 15,000 എന്ന് കിട്ടും. മൂന്നാമത്തത് 1,20,000 ഇൻറ്റു 8 ആണ് ഇവിടെ വരുന്നത്, 8 ഡിവൈഡ് ബൈ 32, 30,000 എന്ന് കിട്ടും. ദെൻ 1,20,000 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 32, 15,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1,20,000 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോർഷൻമെൻറ്റ് നടത്തുന്ന ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് ബേസിസ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.